മർക്കസ് നോളജ് സിറ്റിയിലെ കമ്പനിക്കെതിരെ നികുതി വെട്ടിപ്പ് നടത്തിയതിന് കേസ്. കാന്തപുരം ഹക്കീം അസ്ഹരി ഡയറക്ടറായ ഇംതിബിഷ് ഹെൽത്ത് കെയറിനെതിരെയാണ് കേസ്. ആശുപത്രി എന്ന പേരിൽ സുഖചികിത്സാ സ്ഥാപനം നടത്തിയെന്നും 1.38 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമാണ് കണ്ടെത്തൽ. സെൻട്രൽ GST ഇന്റലിജൻസ് ആണ് കേസെടുത്തത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മർക്കസ് നോളജ് സിറ്റിയിൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴേക്കും ഇതാ ചില ആളുകൾ മൈക്കും സെറ്റും ഒക്കെ എടുത്ത് അത് അവിടെ കേസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അവരുടെ തന്നെ ആ സ്ഥാപനത്തിന്റെ അഭിഭാഷക അസോസിയേഷൻ ആകുന്ന സ്വാമി അസോസിയേറ്റ്സ് അറിയിച്ച ഒരു ലെറ്റർ ഇങ്ങനെയാണ്. നിങ്ങൾക്കത് എവിടെ കാണാം. കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഇൽതുബിഷ് ഹെൽത്ത് കെയറിനെതിരെ സെൻട്രൽ ഇന്റലിജൻസ് കേസെടുത്തു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണ്. GST നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതു സ്ഥാപനത്തിലും സാധാരണഗതിയിലുള്ള പരിശോധനകൾ സ്വാഭാവികമാണ്. ഇത്തരത്തിൽ ടൈഗ്രീസ് വാലിയിൽ എത്തിയ ഉദ്യോഗസ്ഥരോട് സ്ഥാപനം സഹകരിക്കുകയും രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ GST സംബന്ധമായി സ്ഥാപനം സമർപ്പിച്ച രേഖകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയോ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിൽ നിന്നും ഒരു തരത്തിലുള്ള നോട്ടീസോ ഉത്തരവോ കൈപ്പറ്റിയിട്ടുമില്ല. നാഷണൽ ബോർഡ് അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് NABHന്റെ അംഗീകാരവും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷനും പാലിച്ചുകൊണ്ട് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന മേൽ സ്ഥാപനം GST നിയമത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നതും അനർഹമായ യാതൊരു നികുതി ആനുകൂല്യവും കൈപ്പറ്റിയിട്ടില്ല എന്ന വിവരവും ഞങ്ങളുടെ കക്ഷിക്ക് വേണ്ടി അറിയിക്കുന്നു. ഡോക്ടർ UK മുഹമ്മദ് ഷെരീഫ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഡോക്ടർ ഷാഹുൽ ഹമീദ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സ്ഥാപനത്തിന്റെ സൽപ്പേരിനെ ബാധിക്കുന്ന രീതിയിലുള്ള നിക്ഷിപ്ത കക്ഷികളുടെ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുന്നതാണെന്ന് ഇൽതുബിഷിന്റെ അഭിഭാഷകരായ സ്വാമി അസോസിയേറ്റ്സ് അറിയിച്ചു. അപ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ഒരു സ്ഥാപനത്തിലേക്ക് അവിടെ ആ സ്ഥാപനം GST രജിസ്ട്രേഡ് ആണെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥർ വരികയും അവർ പരിശോധന നടത്തുകയും ചെയ്യുന്നത് സാധാരണയിൽ നടക്കുന്നതാണ്. എന്നാൽ അതുപോലെ മർക്കസ് നോളജ് സിറ്റിയിലെ ആ സ്ഥാപനത്തിലും വന്നു. പക്ഷെ മർക്കസിൽ വന്നതുകൊണ്ട് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് ഈ വാർത്തയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ വാർത്ത അവതാരകൻ പറഞ്ഞത് എന്താണ്? അവിടെ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കേസ് എടുത്തിട്ടുള്ള ആ രേഖയും കൂടെ അവർ പറയുന്നുണ്ട്. അതാണ് ഒന്നുകൂടെ രസകരം. MK ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും. ഷുക്കൂർ, അങ്ങനെ ഒരു കേസെടുക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു പരിശോധന നടന്നു കാണണം. എന്നായിരിക്കും പരിശോധന നടന്നിട്ടുണ്ടാവുക? എത്ര വലിയൊരു ക്രമക്കേട് അവിടെ നടന്നു എന്നാണ് ഇപ്പോൾ GST വകുപ്പിന്റെ കണ്ടെത്തൽ? സൈഫുദ്ദീൻ, എൻ്റെ കയ്യിലുള്ളത് സെൻട്രൽ GST ഇന്റലിജൻസിന്റെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ടാണ്. ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു FIRന് സമാനമായ പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷം തയ്യാറാക്കുന്ന, ഒരു കേസ് എടുത്തതിന് ശേഷം തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഇത് ഈ മാസം 11-നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 2022 മുതൽ മാർച്ച് 2024 വരെ ഇംതിബിഷ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, അതിന്റെ ട്രേഡ് നെയിം ടൈഗ്രീസ് വാലി ഹെൽത്ത് വെൽനസ് വേൾഡ് എന്നുള്ളതാണ്. ഈ കമ്പനി നടത്തിയ നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഈ ഇൻസിഡന്റ് റിപ്പോർട്ടിലുള്ളത്. ഇതിൽ പ്രധാനമായി പറയുന്ന ആരോപണം, അതായത് ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത എന്ന രീതിയിൽ നികുതിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടത്തിയ ഈ സ്ഥാപനം സുഖചികിത്സാ കേന്ദ്രം നടത്തി നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ 2022 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെയുള്ള കാലയളവിൽ മാത്രം 1.38 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. ഇത് സംബന്ധിച്ച് ഈ കമ്പനി കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരി അടക്കമുള്ള ഡയറക്ടർമാരിൽ ചിലരെ ഈ GST ഇന്റലിജൻസ് ചോദ്യം ചെയ്യുകയും അതിനുശേഷമാണ് ഈ ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മിസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് മിസ് യൂസ് ഓഫ് എക്സംഷൻ നോട്ടിഫിക്കേഷൻ, അതായത് തെറ്റായിട്ടുള്ള നികുതി
എക്സംഷൻ നേടി, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള നികുതി ക്ലാസിഫിക്കേഷൻ നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. മറ്റൊരു കാര്യം, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന തന്നെ GST ഇന്റലിജൻസ് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് അവർ ഈ സ്ഥാപനത്തിൽ സാധാരണ രീതിയിലുള്ള 8 ഡോക്ടർമാരാണ് ഉള്ളത്. എന്നാൽ ഈ 8 ഡോക്ടർമാരൊന്നും തന്നെ ഈ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരല്ല, മറിച്ച് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം വിദേശികളായ ആളുകൾ ഇവിടെ എത്തി സുഖചികിത്സ നടത്തി തിരിച്ചു പോകുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ 18% ടാക്സ് അവർ ഒടുക്കേണ്ടതാണ്. അത്തരത്തിൽ ടാക്സ് ഒടുക്കിയിട്ടില്ല ഇവർ. അതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിന്റെ തുടർ നടപടികൾ ഡയറക്ടർ ജനറൽ ഓഫ് GST ഇന്റലിജൻസിന്റെ കൊച്ചി സോണൽ യൂണിറ്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മർക്കസ് നോളജ് സിറ്റിയിലെ കമ്പനിക്കെതിരെയാണ് നികുതി വെട്ടിപ്പിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ആദ്യം പറഞ്ഞത് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് പറഞ്ഞത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് കേസെടുത്താലേ വരാറുള്ളൂ, അതല്ലെങ്കിൽ അത് FIRന് സമാനമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, എന്ത് മാധ്യമധർമ്മമാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് ചാനലിന്റെ വളർച്ചയും സ്വപ്നം കണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള മാപ്രകളെയാണ് നാം ഭയപ്പെടേണ്ടത്. ഇനി ഈ വാർത്തകൾ കേട്ടിട്ട് കുരുവട്ടൂരികൾ ഇത് പിടിച്ചുകൊണ്ട് അങ്ങാടികൾ തെണ്ടി നടക്കേണ്ട കാര്യമില്ല, അതിൽ കഴമ്പില്ല എന്നുള്ളത് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു.